ആമാശയത്തിൽ ഭക്ഷണത്തിൻ്റെ ഒരംശം പോലുമില്ല. 27-ാം വയസ്സിൽ ഭാരം 21 കിലോ. സ്ത്രീധനത്തിൻ്റെ പേരിൽ നടന്ന അരുംകൊല. ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കൊലപാതകം തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ ഈ കല്യാണം പെൺകുട്ടികളോടൊക്കെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക. അതായത് നല്ലൊരു തൊഴിൽ സമ്പാദിക്കുക. കാരണം സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ആൺതുണ ഇല്ലാണ്ട് നമുക്ക് ആരും ഇല്ലാണ്ടൊരു ജീവിതം ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ ആദ്യം പഠിക്കുക. ഒന്നാമത്തെ കാര്യം. പ്രതികരിക്കുക. തീർച്ചയായിട്ടും പ്രതികരിക്കുക. കല്യാണ വീട്ടിലൊരു ഒത്തുപോകാൻ പറ്റില്ല, ഭർത്താവായിട്ട് കുടുംബക്കാരായിട്ട് ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുക. ഇങ്ങനെയൊക്കെ അവസ്ഥ വരുവാണെങ്കിൽ ഒപ്പം തന്നെ നിങ്ങൾ ഒരു സ്വന്തമായിട്ട് ആ പെൺകുട്ടിക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ, സ്വന്തം തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ ആ താലി പൊട്ടിച്ചേർത്തിട്ട് അങ്ങ് ഇറങ്ങി പോകണമായിരുന്നു. ചേർത്ത എല്ലാ പെൺകുട്ടികളോടും അഭ്യർത്ഥന, നിങ്ങൾ സ്വന്തമായിട്ടൊരു തൊഴിലാണ്. പണ്ടത്തെ കാലം പോയി, കാലങ്ങളൊക്കെ മാറിപ്പോയി. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സാധാരണ ഒരു കുടുംബജീവിതം നടത്തണമെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി വേണം. ഭർത്താവിന് മാത്രം ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പട്ടി വില ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും ഈ സ്ത്രീധനം കൊടുക്കുന്ന കുറ്റാരം തന്നെയാണ്. സ്ത്രീ തന്നെയാണ് ധനം. വല്ലാതെ കിടന്ന് ഈ സ്ത്രീധനം വരിക. അവൻ്റെ അമ്മയുണ്ട്, അമ്മയും കൂടെ പ്രതിയാണെന്ന് ആലോചിക്കുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും കെട്ടിച്ചു കൊടുത്തത്? ഇവരങ്ങനെ പിടിച്ച് അങ്ങനെ പട്ടിണി ഇട്ട് കൊള്ളായിരുന്നു. ആ സാധനം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഒരിക്കലും സ്ത്രീധനത്തെക്കുറിച്ച് ചോദിക്കില്ലായിരുന്നു. ആ തള്ളയ്ക്ക് എന്നാ സൂക്കേടായിരുന്നു. രണ്ടിനെയും പട്ടിണിക്കിട്ട് കൊള്ളണം. എന്ത് ക്രൂരതയൊക്കെ കാണിക്കുന്നത്! അതായത് ഈ പെൺകുട്ടിയുടെ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് അപ്പോൾ തന്നെ പ്രതികരിച്ചോളൂ, ഇറങ്ങി പോന്നോളൂ. ബന്ധം പറ്റിയിട്ട് നമുക്ക് ഓപ്ഷനുണ്ട്, കോടതി ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ നില വളരെ മോശമായിട്ട് വളരെ വിഷമവും സങ്കടവും തോന്നിപ്പോകുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും പ്രതികരിക്കണം.